നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 14-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 29-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനീശ്വരൻ്റെ ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ രോഹിണി നക്ഷത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നാളെ രാവിലെ വരെയും രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ്. പക്ഷേ ശനി ആഴ്ച നല്ലതല്ല. ശനീശ്വരൻ്റെ ദിവസം പൊതുവേ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി ഭവിക്കും. പാവഗ്രഹങ്ങളിൽ ഏറ്റവും നെഗറ്റീവ് എനർജിയുള്ള ഗ്രഹമാണ് ശനീശ്വരൻ. ഇപ്പോൾ ശനിയുടെ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കാര്യാദികൾക്കെല്ലാം മന്ദത വരും. കാര്യങ്ങളൊന്നും തന്നെ അത്ര സ്മൂത്തായിട്ട് വരത്തില്ല. അതുകൊണ്ട് ശനിയുടെ ബന്ധം നിൽക്കുന്ന ഈ സമയം വളരെ ശ്രദ്ധിച്ചായിരിക്കണം പോകേണ്ടത്. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, വൃശ്ചിക മാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും, മാനസിക അസ്വസ്ഥതയ്ക്ക് ഇടവരുത്തും. അതുപോലെ രോഗാതി ദുരിതങ്ങളെക്കാൾ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാവും. വിഘ്നം വരുത്താതെ ശനിയിൽ ഒരു കാര്യവും നടക്കത്തില്ല, തടസ്സത്തെ കൊടുക്കും. അപ്പോൾ ശനിദേവന് മാത്രമുള്ള ഒരു പ്രത്യേകത, ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. അപ്പോൾ ശനീശ്വരനെ എത്രത്തോളം പ്രീതിപ്പെടുത്തിയെടുക്കാമോ അത്രയും നമുക്ക് വേഗത്തിൽ ഗുണഫലം സിദ്ധിക്കും. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശരിക്ക് ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം. ശനി വ്രതത്തോടു കൂടിയിരിക്കണം. കാരണം യോഗിവര്യനാണ് ശനി. അന്ന് മത്സ്യമാംസാദികൾ കഴിക്കാതെ ശുദ്ധവൃത്തിയായിട്ടിരിക്കണം. അതുപോലെ ശനിയുടെ പിതാവാണ് സൂര്യഭഗവാൻ. സൂര്യഭഗവാനെ തൊഴണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ കാഠിന്യം കുറയും. അതുപോലെ ശനീശ്വര യന്ത്രം സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനായിട്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ശനീശ്വര യന്ത്രവും ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും കാര്യങ്ങൾ നമുക്ക് അനുകൂലപ്രദമായി മാറുകയും ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ വളരെ പുരോഗതിയെ കൊടുക്കുന്ന അവസ്ഥാവിശേഷം ജാതകത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല പുരോഗതിയുള്ള ദിവസമാണ്. എങ്കിൽ പോലും ഈ സമയത്തിൻ്റെ ദോഷഭാവം നിൽക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ പൊതുവേ രാവുകാല സമയം നോക്കിയിട്ട് പോകണം. കാരണം ഒന്ന്, നെഗറ്റീവ് എനർജിയുള്ള ദിവസം അന്ന് രാവുകാലത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. രാവിലെ 9 മണി മുതൽ 10:30 മണി വരെയാണ് രാവുകാലം കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 9:28 തൊട്ട് 10:54 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാലം നോക്കി വേണം ഓരോ കാര്യത്തിന് പോകാൻ. അതേപോലെ നമ്മൾ ഇന്ന് ഗുളികകാലവും യമകണ്ഠകാലവും ശ്രദ്ധിക്കണം. ഗുളികകാല സമയം പറഞ്ഞത് 6:37 തൊട്ട് 8:02 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 12:45 തൊട്ട് 1:11 വരെയും. അപ്പോൾ ഈ സമയം വളരെ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾക്ക് ഇടപെടാൻ. ഇപ്പോൾ 12 യമകണ്ഠകാലം വരുന്നത് 1:45 തൊട്ട് 3:11 വരെയാണ്. അപ്പോൾ യമകണ്ഠകാലവും ശ്രദ്ധിച്ചോളണം. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:55 തൊട്ട് 12:43 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് അത്ര കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ. അങ്ങനെ വരുന്ന ദിവസങ്ങളുണ്ടാവും. അങ്ങനെ ഈ നക്ഷത്രക്കാർക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. 11:55 തൊട്ട് 12:43 വരെ വരുന്ന സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം.
അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളുടെ നെഗറ്റീവ് കുറച്ച് പോസിറ്റീവ് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശരിക്ക് ശനീശ്വരൻ്റെ കളറായ നീല കളറോ കറുത്ത കളറോ അല്ലെങ്കിൽ നീല കറുപ്പ് മിക്സായിട്ടുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അത് നമ്മളിലേക്ക് പോസിറ്റീവ് കയറ്റാൻ സഹായിക്കും, നെഗറ്റീവിനെ പുറന്തള്ളും. അപ്പോൾ ശനിക്ക് ഇഷ്ടമുള്ള കളറായതുകൊണ്ട് ആ വസ്ത്രം ധരിച്ചിരിക്കുന്നവരെ ശനി സന്തോഷത്തോടെ സ്വീകരിക്കും, ദോഷത്തെ കുറയ്ക്കും. അപ്പോൾ എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.